സോ ദിസ് ഈസ് മൈ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് ഓൺ യൂട്യൂബ്. ഇതിന് മുന്നേ കുറേ ഷോർട്ട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. സോ ത്രൂ വിച്ച് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദറ്റ് ഹൂ ഐ ആം, ഞാൻ എന്തൊക്കെ ചെയ്യണു, എന്തുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ചെയ്യണു, അതൊക്കെ ഒരു ഓവറോൾ സ്ട്രക്ചർ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താ ചെയ്യണം എന്നുള്ളത്. ആൻഡ് സെക്കൻഡ്ലി വന്നിട്ട് ഞാൻ എന്തിനാണ് ഈ ഒരു വീഡിയോ ചെയ്യണം പറഞ്ഞാൽ, എൻ്റെ ഇൻസ്റ്റാഗ്രാം ആയാലും ശരി യൂട്യൂബ് ആയാലും ശരി കുറച്ച് DMs വന്നിട്ടുണ്ടായിരുന്നു. എന്താണ് പറഞ്ഞാൽ ഞാൻ എങ്ങനെ വേറെ സ്റ്റേറ്റിൽ നിന്ന് ഇന്നൊരു സ്റ്റേറ്റിലേക്ക് പോയിട്ട് ജോലി ചെയ്യുന്നത്, സോ ആൻഡ് ആസ് എ സിംഗിൾ ചൈൽഡായിട്ട് ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് എന്നൊക്കെ വന്നിട്ട് ക്വസ്റ്റ്യൻസ് റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ അത് കാരണം സോ ഐ തോട്ട് ലൈക്ക് വൈ നോട്ട് നമ്മളൊരു നല്ലൊരു വീഡിയോ വലിയ കണ്ടൻറ്റായിട്ട് ഇടാം. സോ ത്രൂ വിച്ച് നമുക്ക് കുറേ കാര്യങ്ങൾ പറയാൻ പറ്റും എന്നുള്ളതാണ് മാത്രം. ആൻഡ് ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത കാരണം അത് തന്നെയാണ്. ഞാൻ ഗോൺ ത്രൂ ചെയ്തതും ഞാൻ ഗോ ത്രൂ ചെയ്യുന്നതും പിന്നെ വന്നിട്ട് എന്താണ് ജോലി റിലേറ്റഡ് ആയാലും ശരി, വീട്ടിലത്തെ ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ആയാലും ശരി, ഞാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്തത്, ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതൊക്കെ വന്നിട്ട് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട് കേട്ടോ. സോ അത് കാരണം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു. ത്രൂ വിച്ച് യു വിൽ ഓൾസോ അണ്ടർസ്റ്റാൻഡ്, ലൈക്ക് നിങ്ങൾക്കും കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും പറ്റും. ഓക്കെ, സോ ഇതാണ് എൻ്റെ ഒരു മോട്ടോ ഓഫ് മേക്കിംഗ് ദിസ് വീഡിയോസ്. സോ നിങ്ങൾക്ക് എൻ്റെ കണ്ടൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ലൈക്ക് ചെയ്യൂ കേട്ടോ. സോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു പൈസയും എടുക്കില്ല. സോ അത് ലൈക്ക് എന്താണ് ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യൂ കേട്ടോ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. ആൻഡ് അതിൻ്റെ റീസൺ പറഞ്ഞ് ഭയങ്കര നല്ലതായിരിക്കും. എനിക്കും ഒരു ഫീഡ്ബാക്കായിട്ട് കിട്ടും, ബിക്കോസ് അത് ഒരു മോട്ടിവേഷൻ തരും നമുക്ക്. ഓക്കെ, സോ ഇതാണ് എൻ്റെ ഒരു ഓവറോൾ തിങ്. സോ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് പറഞ്ഞാൽ ഞാൻ എങ്ങനെ വേറെ ജോലി കിട്ടിയതും നിങ്ങൾ എങ്ങനെ എന്താണ് ഹോസ്റ്റലൊക്കെ നോക്കിയത്, PG നോക്കിയത് എന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ അതിൻ്റേതായ ആൻസറാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. ജോലി കിട്ടിയതും ഭയങ്കര സന്തോഷമായിരുന്നു. ആൻഡ് നമ്മൾ വേറെ ഒരു സിറ്റിക്ക് മൂവ് ആകണം പറഞ്ഞാൽ നമുക്ക് അതിനേക്കാൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ ഓക്കെ, നമുക്ക് നമ്മുടെ ഓഫർ ലെറ്ററിൽ ഡേറ്റ് ഓഫ് ജോയിനിങ് വേണ്ടി ഒരു ഡേറ്റ് തന്നിട്ടുണ്ടാവും. സോ ഈ ഡേറ്റ് അനുസരിച്ചിട്ട് നമുക്ക് അഥവാ ഇപ്പോൾ എന്നെ സംബന്ധിച്ചാലും എനിക്ക് ഫസ്റ്റ് ജോലി വന്നിട്ട് ബാംഗ്ലൂരിലായിരുന്നു. സോ എനിക്ക് ബാംഗ്ലൂരിൽ എനിക്ക് അത്ര അറിയാത്തവർ തന്നെ ഉണ്ടായിരുന്നു. എനിക്കറിയത്തില്ല എവിടെയാണ് എന്താണ് കാര്യങ്ങളൊക്കെ എനിക്കറിയത്തില്ല. സോ ഞാൻ ഡേറ്റ് ഓഫ് ജോയിനിങ്ങിൻ്റെ ഒരു 2-3 ഡേയ്സ് ബിഫോർ തന്നെ ഞങ്ങൾ പോയിട്ട് വന്നിട്ട് ഒരു ഡോർമിറ്ററി അല്ലെങ്കിൽ ഒരു ചെറിയ പൈസയ്ക്കുള്ള ഒരു ഹോട്ടൽ അവിടെ അടുത്ത് എടുത്തിട്ട്, ആൻഡ് നമ്മുടെ ജോബ് എവിടെയാണ് നമ്മുടെ ആ ഒരു റേഡിയസിൻ്റെ ഒരു 5 കിലോമീറ്റേഴ്സിൻ്റെ റേഡിയസിൻ്റെ ഉള്ളിൽ മാത്രം നമ്മളൊരു ഹോസ്റ്റലോ അല്ല PG എന്ത് വേണമെങ്കിൽ നോക്കാം കേട്ടോ. എന്താ പറഞ്ഞാൽ ബാംഗ്ലൂർ ട്രാഫിക് നമുക്ക് നന്നായിട്ട് അറിയാം. സോ അത് അനുസരിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഒരു റെൻ്റൽ ഹോം എടുക്കുക. സോ എന്നെ സംബന്ധിച്ചാലും ഒരു റെൻ്റൽ പർപ്പസിനൊക്കെ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ ആ ഒരു 5 കിലോമീറ്റേഴ്സിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ 6 കിലോമീറ്റേഴ്സിൻ്റെ ഉള്ളിലാണെങ്കിൽ മാത്രം നല്ല ബെനിഫിറ്റ് ആയിരിക്കും ഞാൻ വിചാരിക്കുന്നത്. റെൻ്റൽ ഹോമിൽ നിന്നിട്ട് നമുക്ക് ട്രാവലിംഗ് തന്നെ നല്ലൊരു ഫ്രസ്ട്രേഷൻ ആകാൻ പാടില്ല എന്ന് മാത്രം തന്നെയാണ്. അല്ലെങ്കിൽ നമുക്ക് ജോബിൽ കുറച്ച് ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. പിന്നെ അതിൽ നമുക്ക് ട്രാവൽ ചെയ്യുന്നത് ഫ്രസ്ട്രേഷനായി പറഞ്ഞാൽ അതിനേക്കാളും ബുദ്ധിമുട്ടായിരിക്കില്ലേ. സോ ഞങ്ങളുടെ കൂടെ എപ്പോഴും ട്രാവൽ ചെയ്യാൻ ആൾക്കാർ എന്തു പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ അഥവാ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്ത് വരികയെന്നൊക്കെ എന്ത് പറഞ്ഞാൽ ഞാൻ മോസ്റ്റ്ലി പ്രിഫർ ചെയ്യുന്നത് അടുത്ത് വീട് നോക്കുക എന്നുള്ളത് മാത്രം തന്നെയാണ്. ആൻഡ് 7 കിലോമീറ്റേഴ്സൊക്കെ പോകുക. പക്ഷേ ഇപ്പോൾ നമ്മുടെ കയ്യിൽ സ്വന്തമായിട്ട് 2 വീലർ അല്ലെങ്കിൽ 4 വീലർ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ഇതാണ് എൻ്റെ കാര്യങ്ങൾ. ആൻഡ് ആ സമയത്ത് ഞാൻ 2 വീലർ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ പോയ സമയത്ത് ഉണ്ടായിരുന്നില്ല. സോ ഞാൻ അടുത്ത് തന്നെയാണ് ഹോസ്റ്റൽ നോക്കിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ബാംഗ്ലൂർ ഫുഡ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇരുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെയാണ് ഞാൻ ഓക്കെ എങ്ങനെ ഹോസ്റ്റൽ തപ്പി പിടിച്ചെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഹോസ്റ്റൽ തപ്പി പിടിച്ച എങ്ങനെയൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് ജോബ് കിട്ടിയതും നമുക്ക് സ്ഥലം അറിയാം, ഈ എന്താണത് നമ്മുടെ വർക്ക് പ്ലേസ് എവിടെയെന്ന് അറിയാം. സോ ആ ഒരു അഡ്രസ്സിന് ഇട്ടിട്ട് നമുക്കിപ്പോൾ കുറേ ആപ്സ് ഉണ്ട്. നമുക്ക് നോ ബ്രോക്കറിൽ പോലും നമുക്ക് ഹോസ്റ്റൽ റിലേറ്റഡ് PG റിലേറ്റഡ് തിങ്സൊക്കെ നമുക്ക് വരുന്നുണ്ട്. ആൻഡ് അല്ലെങ്കിൽ വന്നിട്ട് ജസ്റ്റ് ലേഡീസ് ഹോസ്റ്റൽ നിയർ ആ ഏരിയ ഇട്ടിട്ട് നമ്മൾ സെർച്ച് കൊടുത്തു പറഞ്ഞാൽ നമുക്ക് കുറേ ഓപ്ഷൻസ് സജഷൻസിലൊക്കെ വരും. ഓക്കെ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ലൈൻ ബൈ ലൈൻ കാണും. ആൻഡ് അതിൽ വന്ന് റിവ്യൂസ് ഉണ്ടാവും, ഫോട്ടോസ് ഉണ്ടാവും, അത് കോൾ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടാവും, ഡയറക്ഷൻ അറിയാം. സോ ഇതൊക്കെ നമുക്ക് ഫോട്ടോസൊക്കെ ഇഷ്ടപ്പെട്ടു നമുക്ക്, ആൻഡ് റിവ്യൂസും കുറച്ച് കുഴപ്പമില്ല എന്നൊക്കെ ഉണ്ട് പറഞ്ഞാൽ നമ്മൾ ഡയറക്ഷൻ നോക്കുക. ഡയറക്ഷൻ വന്നിട്ട് നമ്മുടെ ഓഫീസ് അഡ്രസ്സ് ഫ്രമ്മിലിടുക. ആൻഡ് 2 വന്നിട്ട് നമ്മുടെ
ഈ ഹോസ്റ്റൽ പർട്ടിക്കുലർ അഡ്രസ്സില്ല ആ ഹോസ്റ്റലിന് വന്നിട്ട് കൊടുക്കുക കേട്ടോ. ആൻഡ് സോ നമുക്ക് മനസ്സിലാകും എത്രത്തോളം ഡിസ്റ്റൻസ് ഉണ്ട് എന്നുള്ളത്. സോ അതോ നമുക്ക് നമ്മുടെ ഈ ക്രൈറ്റീരിയ മാച്ച് ചെയ്ത് പറഞ്ഞാൽ അതിന് ഒരു പേപ്പറിൽ നോട്ട് ചെയ്ത് വെക്കും കേട്ടോ. ആൻഡ് അവരുടെ കോൺടാക്ട് നമ്പർ നോട്ട് ചെയ്ത് വയ്ക്കും. ആൻഡ് സപ്പോസ് അവൻ്റെ അടുത്ത് കോൺടാക്ട് നമ്പർ ഇല്ല പറഞ്ഞാൽ അത് നോട്ട് ചെയ്ത് വയ്ക്കും, നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് യൂസ് ആവും. സോ ഇതുപോലെ തന്നെ ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരുന്നത്. ഓക്കെ, സോ ഇതാണ് ഞാൻ ചെയ്തിരുന്നത്. ആൻഡ് സെക്കൻഡ് തിങ് ഒന്ന് എന്ത് ചെയ്യണം പറഞ്ഞാൽ അവർക്ക് വിളിച്ച് ചോദിക്കുമ്പോൾ ഇങ്ങനെ എത്ര ഷെയറിങ് വേണം എന്നുള്ളത് നമ്മുടെ ബഡ്ജറ്റ് അറിയുള്ളൂ. നമുക്ക് ജോലി കിട്ടി അപ്പം തന്നെ നമ്മൾ 20,000 അല്ല 15,000 നമുക്ക് ഇരിക്കില്ല. സോ അതിൻ്റേതായ ചെറിയ പൈസയ്ക്കെല്ലാം നമ്മളിരിക്കുമല്ലോ. സോ എത്രത്തോളം വന്നിട്ട് പൈസ കുറവാകണോ അത്രത്തോളം ആൾക്കാർ കൂടുതലാവും. അതായത് ഇപ്പോൾ 1 ഷെയറിങ് 2 ഷെയറിങ്ങിന് ഒരു സെർട്ടൻ 2 ഡിജിറ്റ് നമ്പർ ആയിരിക്കും. 3 ഷെയറിങ് 4 ഷെയറിങ്ങിനൊക്കെ വന്നിട്ട് ഇങ്ങനെ 6,000 5,000 4,000 അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ. ആൻഡ് 6 8 10 ഷെയറിങ് വരെയൊക്കെ ഉണ്ടാവും. സോ അത് നിങ്ങൾക്ക് എങ്ങനെയാണോ അതനുസരിച്ചിട്ട് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുക കേട്ടോ. അത് കംപ്ലീറ്റ്ലി ഇൻഡിവിജ്വൽ ഒപ്പീനിയനാണ്. സോ ഞാൻ മോസ്റ്റ്ലി പ്രിഫർ ചെയ്തത് ഉണ്ടായത് 4 ഷെയറിങ് മാത്രം തന്നെയാണ്. 4 ഷെയറിങ് ആയി, പിന്നെ 3 ഷെയറിങ് ആയി, പിന്നെ 2 ഷെയറിങ് ആയി, പിന്നെ ഇപ്പോൾ 1 ഷെയറിങ്ങിലാണ് ഞാൻ ഇരിക്കുന്നത്. അതായത് ഞാനിപ്പോൾ ഒരു വീടെടുത്തിട്ടാണ് താമസിക്കുന്നത്. സോ ദിസ് ഇസ് ഹൗ മൈ ലൈഫ് ഇസ്. നമുക്ക് ഫോട്ടോസൊക്കെ കണ്ടിട്ടൊക്കെ നമ്മൾ ഫുൾ ആൻഡ് ഫൈനൽ ചെയ്യേണ്ട കേട്ടോ. ബിക്കോസ് ഈ ഫോട്ടോസൊക്കെ പഴയ ഫോട്ടോസ് ആയിരിക്കും, അല്ലെങ്കിൽ ജസ്റ്റ് അവർ കൺസ്ട്രക്ഷൻ ചെയ്ത് കഴിഞ്ഞതും നല്ല വൃത്തിക്കുണ്ടാവില്ലേ ആ സമയത്തൊക്കെ എടുത്ത ഫോട്ടോസ് ആയിരിക്കും. സോ എന്നും നിങ്ങൾ വിചാരിച്ചിട്ട് നിങ്ങൾ ലാസ്റ്റ് ബിഫോർ ഡേ ഒക്കെ പോയി പറഞ്ഞ് നമുക്ക് ഭയങ്കര ഹറിബറി ആയിരിക്കും. പിറ്റേ ദിവസം നമുക്ക് ഓഫീസിൽ പോകണം, നമ്മളെ വിടാനായിട്ട് ആരെങ്കിലും വന്നിരുന്നു പറഞ്ഞാൽ പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ പ്രോപ്പർലി ഇരിക്കാൻ പറ്റത്തില്ല. ആൻഡ് നമുക്ക് ഫുൾ എന്താ പറയുക, ഒരു സെറ്റിലാകാൻ പറ്റില്ല. അതായത് ഓക്കെ നമ്മൾ എല്ലാം വീടൊക്കെ സെറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഹോസ്റ്റലൊക്കെ സെറ്റ് ചെയ്തു, ലഗേജൊക്കെ കറക്റ്റായിട്ട് വെച്ചു, നാളെ എണിച്ചിട്ട് ഫ്രഷ് ആയിട്ട് ഓഫീസിൽ പോവുക, അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് വരില്ല കേട്ടോ. ബിക്കോസ് നമുക്ക് ഭയങ്കര ഹറിബറി ആയിരിക്കുമല്ലോ. സോ അത് കണ്ടോ ഞാൻ പറഞ്ഞത്, ഒരു 2 days ബിഫോർ തന്നെ പോവുക. നമുക്ക് ചെറിയ പൈസയ്ക്ക് തന്നെ ഡോർമെറ്ററി ഒക്കെ കിട്ടും കേട്ടോ. സോ അങ്ങനെയൊക്കെ നമുക്ക് ഇരിക്കുക. അല്ലെങ്കിൽ കുറച്ച് പൈസ കൂടുതൽ കൊടുത്തിട്ട് നമുക്ക് അങ്ങനെ ലോഡ്ജിലോ അല്ലെങ്കിൽ ഒരു ഹോട്ടലിലൊക്കെ ഇരിക്കാം കേട്ടോ. ഒരു ഇൻഡിവിജ്വൽ ഒപ്പീനിയൻ തന്നെയാണ്, നിങ്ങൾ എങ്ങനെ വേണമെങ്കിൽ ഇരിക്കാം. സോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചൊക്കെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. സോ ഇങ്ങനെയാണ് ഞാൻ കണ്ടുപിടിച്ച് ഞാൻ ബാംഗ്ലൂരിൽ പോയത്. ഓക്കെ, ആൻഡ് നമുക്ക് ഫുഡ് എന്തായാലും നമുക്ക് സെറ്റാവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ആൻഡ് ഫ്രണ്ട്സ് സെറ്റാവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതായത് നമുക്ക് എക്സ്ട്രോവേർട്ടാണെന്ന് പറയുമ്പോൾ ഒരു കുഴപ്പമില്ല. പക്ഷേ ഞാൻ എക്സ്ട്രോവേർട്ടാണ്. അതായത് നന്നായിട്ട് സംസാരിക്കുന്നവരുടെ അടുത്ത് മാത്രം തന്നെ ഞാൻ, അതായത് എനിക്ക് വൈബ് വരുന്നവരുടെ അടുത്ത് മാത്രമേ കുറച്ച് നന്നായി സംസാരിക്കാൻ പറ്റുള്ളൂ കേട്ടോ. സോ പുറത്തിരിക്കുന്ന ബാക്കിയുള്ളവരുടെ അടുത്തൊക്കെ ഞാൻ ജസ്റ്റ് ഹായ് ഹലോ അങ്ങനെ മാത്രം സംസാരിച്ച് ജസ്റ്റ് അങ്ങനെ വൈൻഡപ്പ് ചെയ്ത് ഞാൻ പോകും. സോ ഇങ്ങനെയാണ് ഞാൻ. സോ അതുകൊണ്ട് ഞാൻ ആൾക്കാർ കൂടുതലുള്ള ഷെയറിങ്ങിൽ ഞാൻ ഇരുന്നില്ല. ആൻഡ് നമ്മുടെ തിങ്സും നമുക്ക് സേഫായിട്ടിരിക്കണം. ബിക്കോസ് നമ്മൾ രാവിലെ തൊട്ട് വൈകിട്ട് വരയ്ക്കും ഓഫീസിലായിരിക്കും, നമുക്ക് ഹോസ്റ്റലിൽ ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവില്ല. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ മേക്ക് ഷുവർ ചെയ്യാനായിട്ട് ഞാനങ്ങനെ ഉണ്ടായിരുന്നു. ആൻഡ് നമ്മുടെ കൂടെ ആരും ഉണ്ടാവില്ലല്ലോ. സോ എല്ലാ കാര്യങ്ങളും നമുക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യണം. ആ ഒരു കാര്യം വന്നിട്ട് നമ്മൾ നന്നായിട്ട് പഠിക്കും. ഫസ്റ്റൊക്കെ നമുക്ക് ഒട്ടും പറ്റുണ്ടാവില്ല, പക്ഷെ പിന്നല്ലേ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് വരും. നമ്മുടെ കാര്യങ്ങൾ സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് കുറേ നമ്മൾ പഠിക്കും. ആ കാര്യത്തിലൊക്കെ നമുക്ക് എക്സ്പേർട്ട് ആവും. ഓക്കെ, ഇങ്ങനെയാണ്. പിന്നെ മണി മാനേജ്മെൻറ്റ് വരും നമുക്ക്. പിന്നെ സാലറി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മണി മാനേജ്മെൻറ്റ് ഉണ്ടാവും നമുക്ക്. എന്താണത് ഫൈനാൻസസ് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യണം, ഇങ്ങനെയൊക്കെ ചിലവാക്കണം, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെയൊക്കെ ഉണ്ട്. സോ ഒരു നല്ലൊരു ഇത് തന്നെയാണ്. എപ്പോഴും നമ്മുടെ പേരൻസിനെ കൂടെ ഇരിക്കാനും പറ്റത്തില്ല. ആൻഡ് ഒരു കംഫർട്ട് സോണിൽ നമുക്ക് പുറത്ത് പോയാൽ മാത്രമേ നമുക്ക് കുറേ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അത് ആ ഒരു പോണം പറഞ്ഞ് നമുക്ക് ഒരു ഇന്നർ കോൺഫിഡൻസ് എന്തായാലും വേണം. ജസ്റ്റ് ഷോ ഓഫ് ചെയ്യണമെന്നോ അല്ല കേട്ടോ. നമ്മളുടെ കോൺഫിഡൻസ് ഗ്രോ ചെയ്യാനും നമ്മളുടെ രീതിക്ക് നമ്മൾ ജീവിക്കാനും നല്ല രീതിക്ക് ജീവിക്കാനും പിന്നെ പോസിറ്റീവ് വേയിലാണ് ഞാൻ പറയുന്നത്, നെഗറ്റീവ് വേയിൽ എടുക്കരുത് കേട്ടോ. അത്ര തന്നെയാണ്. സോ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ബാംഗ്ലൂരിൽ പോയത്. അല്ലെങ്കിൽ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ചെന്നൈ വന്നതും ഇതൊക്കെ തന്നെയാണ്. ജസ്റ്റ് പി ജി മാറിയിട്ട് ഞാൻ റെൻ്റൽ ഹോമിലിരിക്കുകയാണ്. ഇത്ര മാത്രം തന്നെ ഡിഫറൻസസ്. പക്ഷെ ഞാൻ എന്താ പറയുക, ഷോർട്ട് ലിസ്റ്റ് ചെയ്തതും അതേപോലെ തന്നെയാണ്. ഇങ്ങനെ
1 BHK or 2 BHK in that ഏരിയ, ആ ഒരു ഏരിയൻ്റെ അടിച്ചു കൊടുത്തു പറഞ്ഞാൽ നമുക്ക് നോ ബ്രോക്കർ ആയാലും നമുക്ക് കുറേ ആപ്സ് ഉണ്ട്. നോ ബ്രോക്കർ, housing.com, മാജിക് ബ്രിക്സ്, അങ്ങനെ 99 acres അങ്ങനെയൊക്കെ ഉണ്ട്. സോ ഇങ്ങനെയൊക്കെയാണ് ഞാൻ കണ്ടുപിടിച്ചത്. സോ ഏകദേശം ഞങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കണം. സോ നിങ്ങൾ ചോദിച്ച ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതാണ് കേട്ടോ. സോ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു പറഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി പ്ലീസ് റേസ് യുവർ ക്വസ്റ്റ്യൻ. ഞാനൊരു ആൻസർ ചെയ്യുമായിരിക്കും കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.